ജീവിക്കുമ്പോ, ഇത് ഇന്ത്യയിൽ ജീവിക്കുമ്പോ ഈ ആയത്തിൽ നമ്മൾ ഓർത്തു വെക്കണം, നമ്മൾ നന്നായി ഓർത്തു വെക്കണം. അങ്ങനെ എങ്ങും എളുപ്പം നിന്നും വിശ്വാസിയായി ഇവിടെ ജീവിക്കാമെന്ന് ആരും കണക്കാക്കണ്ട. അങ്ങനെ നിങ്ങൾ കണക്കാക്കിയോ? ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ സുഖമായി സ്വർഗ്ഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ എന്ന് സൂറത്തുൽ അങ്കബൂത്ത് അല്ലാഹു ചോദിക്കാണ്. അങ്ങനെ നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ സുഖമായി സ്വർഗ്ഗത്തിൽ പോകാമെന്ന്? ഇല്ലടോ, ഇല്ല, അങ്ങനെ പോകില്ല. പരീക്ഷിക്കപ്പെടും. പരീക്ഷണത്തിന് തീച്ചുപോയിലൂടെ കടന്നു പോകേണ്ടി വരും. ഒറ്റപ്പെടുത്തപ്പെടും. നിങ്ങളെ അവകാശങ്ങൾ നിഷേധിക്കും, നീതി നിഷേധിക്കും. നിങ്ങളുടെ പിഞ്ചു മക്കളെ ക്രൂരമായി കുന്നുകളയും. നിങ്ങളെ പെണ്ണുങ്ങളെ കൂട്ടബലാത്സംഗം ഇരയാക്കും. ഉണ്ടാകും ഒന്നിന് പിറകെ ഒന്നായി ഒരുപാട് ഗുജറാത്തുകൾ ലോകത്ത് നടക്കും. ഇതൊക്കെ സംഭവിക്കും മനുഷ്യരെ. ഇതൊക്കെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊക്കെ കടന്നു നമ്മൾ പോകേണ്ടത് അനശ്വരമായ അല്ലാഹുവിന്റെ അടുക്കലേക്കാണ്. ഭയം വേണ്ട. മരണമാണ് മുമ്പിലുള്ളതെങ്കിൽ, ഏതൊരു മനുഷ്യനും ഭരിക്കുന്ന മരണമാണ് മുമ്പിലുള്ളതെങ്കിൽ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? അങ്ങനെ ഭയന്നു പോയവരുടെ പാരമ്പര്യം വിശ്വാസികൾക്കില്ല. തൊഴിക്കുന്നവന്റെ കാലിലും ചുംബിക്കുന്ന നയമുണ്ടല്ലോ, അത് വിശ്വാസികൾക്ക് എന്തിനാ? വിശാലമായി ചർച്ച ചെയ്ത് കുറച്ചായത്തേ ഉള്ളൂ. കൂടുതൽ കാര്യം ഒരേ റൂട്ടിൽ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അമുസ്ലിമീങ്ങളോട് നിങ്ങൾ ശത്രുത പുലർത്തണമെന്ന്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. മുസ്ലിം അല്ലാത്തവരോട് നിങ്ങൾ അക്രമം കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവരെ ശത്രുവാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അമുസ്ലിമീങ്ങൾ, ആ മനുഷ്യരുണ്ടല്ലോ, അവർ നിങ്ങളെ ദ്രോഹിക്കാത്തടത്തോളം, നിങ്ങളെ കൊന്നു തള്ളാൻ വേണ്ടി ആയുധങ്ങൾ എടുക്കാത്ത കാലത്തോളം, അവർ നിങ്ങളെ വീടുകളിൽ നിന്ന് സ്വബോധത്തോടുകൂടി നിങ്ങളെ വീടുകളിൽ നാട്ടിപ്പായിക്കാൻ വേണ്ടിയിട്ട് അവർ കച്ചകെട്ടാത്ത കാലത്തോളം, ഈ മതത്തിന്റെ പേരിൽ നിങ്ങൾ പാർശ്വവൽക്കരിക്കാത്ത കാലത്തോളം അവരോട് നിങ്ങൾ നന്മ കാണിക്കുക. അമുസ്ലിം മതം പ്രശ്നമല്ല മനുഷ്യരെ. അവരോട് നന്മ കാണിക്കുക. മനുഷ്യരവര്, അള്ളാഹുവിന്റെ കുടുംബമാ അവര്. അള്ളാഹു അവിശ്വസിച്ചപ്പോഴും പടച്ചവർക്ക് അന്നം കൊടുത്തില്ലേ? അവർക്ക് വെള്ളം ഇറക്കിയില്ലേ? അതുകൊണ്ട് അവരോട് നിങ്ങൾക്ക് വിരോധം പാടില്ല. ബഹുസ്വരത അംഗീകരിക്കാൻ മനുഷ്യനെ കൊണ്ടാകണം. അമുസ്ലിമീങ്ങളോട് നന്മ കാണിക്കാൻ, നന്ദി ചെയ്യാൻ, അവരോട് ഗുണം ചെയ്യാൻ വിശുദ്ധ ഖുർആൻ അവരോട് നീതിപൂർവ്വം പെരുമാറുകയെന്ന്, അവരോട് നീതി കാണിക്ക്. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീന, അത്തരം ആൾക്കാരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന്, അവരെയാണ് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞെന്താണ്? ഇന്നമായി നഹാക്കും, നിങ്ങളെ ഞാൻ തടഞ്ഞിരിക്കുന്നു. വിശ്വാസികളെ, നിങ്ങളെ മതത്തിന്റെ പേരിൽ ആക്രമിക്കാൻ വരുന്നവൻ, മതത്തിന്റെ പേരിൽ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ആയുധമെടുക്കുന്നവൻ, നിങ്ങളെ പാർശ്വവൽക്കരിക്കാൻ വേണ്ടി പദ്ധതികൾ ഇടുന്നവൻ, നിങ്ങളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ക്രൂരമായി കൊല്ലുന്നവർ, അത് കണക്ക് നിങ്ങളെ ഈ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർ, അവരോട് നിൽക്കുന്ന സൗഹൃദം, അവരോട് സൗഹൃദമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. ഇവിടുത്തെ RSSകാരെ അവരുമായിട്ട് നമുക്ക് എന്താ സൗഹൃദം എന്നുള്ളത്? നമ്മുടെ പിഞ്ചു മക്കൾ സെപ്റ്റി ടാങ്കിലിട്ട് ഗുജറാത്തിൽ മൂടിക്കളഞ്ഞിട്ടുള്ള RSSകാരോട് നമുക്ക് എന്താ സൗഹൃദമുള്ളത്? നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ അത് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൂട്ടബലാത്സംഗം ഇരയാക്കിയവരോട് നമുക്ക് എന്ത് സൗഹൃദമാണുള്ളത്? ആ സൗഹൃദം വേണ്ടാന്ന് നമ്മുടെ ഇഫ്താർ പാർട്ടിക്ക് അവർ വരണോ? നമ്മുടെ സംഘടനകൾക്ക്, നമ്മുടെ സംരംഭങ്ങൾക്ക്, സമ്മേളനങ്ങൾക്ക്, ഉദ്ഘാടനത്തിന് അവരെ വെക്കണോ? എവിടെയാണ് മനുഷ്യനെ പേടിച്ചു പോകുന്നത്? നമ്മൾ ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? നമ്മുടെ മക്കളോട് ഈ ക്രൂരത കാണിച്ചവർ എന്നും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട്, മുസ്ലിമുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനും പദ്ധതിയുമായിട്ടിരിക്കുന്നവർ. നമ്മുടെ ഈ സ്റ്റേറ്റിൽ പോലും കേരളം അല്പം കൂടി സേഫാണ്. അല്പം പൊതുബോധമുണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോ. ബാബു ബജറംഗിയെ പോലെ ഒരു ക്രൂരൻ 97 മുസ്ലിമുകളെ കൂട്ടുകുടി ചെയ്യുമ്പോ അതിന് മുമ്പിൽ നിന്ന് നയിച്ചിട്ട് മുസ്ലിം കൂട്ടക്കുരുതികൾ ഞാൻ ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ, അന്യ ഒരവസരം കിട്ടിയാൽ ഇതുപോലെ കൊന്നുതള്ളണമെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വികാരമുണ്ടല്ലോ, അതിവിടെ ചർച്ചക്കെടുത്തപ്പോ, അവന്റെ മൃഗീയതയെ കുറിച്ച് ചർച്ചക്കെടുക്കുമ്പോ, കൂട്ടമായി ഗർഭിണികളെ ബലാത്സംഗം ചെയ്തിട്ട് തൃശൂലം കൊണ്ട് വയറ് കുത്തിക്കീറി, ഒരു പെണ്ണിന്റെ ഉദരം കുത്തിക്കീറി ചോരക്കുഞ്ഞിനെ എടുത്ത് കരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ അത് കേട്ടുകൊണ്ട് ഇളിച്ചുകൊണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തക മലയാളി അത് ആസ്വദിക്കണം. ഒരു പെണ്ണിന്റെ ഗർഭപാത്രം കുത്തി തുറന്ന് കൂട്ടബലാത്സംഗത്തിനായ വാർത്ത പറയുമ്പോ, ബാബു ബജറംഗിയേക്കാളും അപകടകാരിയായ മനസ്സുള്ള പെണ്ണ് വാർത്തക്കാരിയായി മീഡിയയിൽ ഇരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ഭയക്കണം. ഇതൊക്കെ ഇവിടെ വരും, ഈ രാജ്യത്തും വരും, ഈ സ്റ്റേറ്റിലും വരും, നമ്മുടെ വീട്ടിനകത്തും വരും. ജീവൻ പൊത്തിപ്പിടിച്ച് ഓടാൻ പാടില്ല. ചെറിയ മക്കൾ പോലും ഓടാൻ പാടില്ല. ചെറിയ പെണ്ണുങ്ങൾ പോലും ഓടാൻ പാടില്ല. ആണുങ്ങൾ ഓടാൻ പാടില്ല. മരണം മുമ്പിൽ കണ്ടാലും പോരാടി മരിക്കണം. ആദർശം സംരക്ഷിക്കണം. അറിതാല് പോലും ജയ് ഹനുമാൻ വിളിക്കാനും ജയ് ശ്രീരാം വിളിക്കാനും നമ്മൾ നിൽക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ്, അത് വിളിച്ചു പറഞ്ഞവരാണ് വിശ്വാസികൾ. അതിന്റെ പേരിൽ ജീവൻ കൊടുത്തവരാണ് വിശ്വാസികൾ. ഇതൊന്നുമല്ലടോ ഈ ദുനിയാവ്. ഇതൊന്നുമല്ല ഈ ദുനിയാവ്. ഇതിനപ്പുറത്ത് വിശാലമായ ലോകം നമുക്ക് കാത്തിരിക്കുന്നുണ്ട്. ആ ലോകത്ത് അനശ്വരമായി സന്തുഷ്ടമായ ജീവിതം റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.
ആദർശത്തോടെ നിൽക്കാൻ കഴിയണം. പച്ചയ്ക്ക് കൊന്നാലും ശരി തന്നെ ഈ മതം ഞങ്ങൾ വിടില്ല, ഈ വിശ്വാസം ഞങ്ങൾ വിടില്ല എന്ന് ഈ വീര്യം ഉണ്ടാകേണ്ടത് നമുക്ക്. ഓരോ നമസ്കാരത്തിൽ പോകുമ്പോഴും ഈ വീര്യം ഉണ്ടാകണം, ഓരോ ജമാഅത്തിനും ഈ വീര്യം ഉണ്ടാകണം, ഓരോ പെരുന്നാൾ നമസ്കാരത്തിൽ സമ്മേളനത്തിനും ഈ വീര്യം ഉണ്ടാകണം.